إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തത്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ധാരാളം അനുഗ്രഹങ്ങൾ, ശ്രേഷ്ഠതകൾ നൽകപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ റമദാനിലുള്ള എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ അതിൻ്റെ എല്ലാം ഏറ്റവും സുപ്രധാനമായ ഒരു കാരണം അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഈ മാസത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നതാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, അതിനോട് വലിയ ബാധ്യതകൾ ഉള്ളവരാണ് വിശ്വാസികളായ ഞാനും നിങ്ങളും. പക്ഷേ വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ, മാറി മാറി വരുന്ന റമദാനിൽ കേവലം ഒരു പാരായണത്തിൻ്റെ അപ്പുറം ഈ ഖുർആനിനെ നമ്മൾ പഠിക്കുവാനോ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനോ തയ്യാറാകുന്നില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെതായ ചില പ്രത്യേകക്കാരായ ആളുകളുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ അഹ്ലുകാർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മനുഷ്യരിൽ അള്ളാഹുവിൻ്റെ അഹ്ലുകാരായ, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ ആളുകളുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വ ഖാസ്സതുഹു. അവർ ഖുർആനിൻ്റെ ആളുകളാണ്, അവരാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ ആളുകൾ, അള്ളാഹുവിൻ്റെ കുടുംബം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ പ്രിയമുള്ളവരെ,
ഈ വിശുദ്ധ ഖുർആൻ എന്തിന് അവതരിപ്പിക്കപ്പെട്ടു, അതിന്റെ ലക്ഷ്യം എന്ത് എന്ന് പലപ്പോഴും മുസ്ലിം സമുദായം പോലും മറന്നു പോവുകയാണ്. നമ്മളൊക്കെ ഇപ്പൊ റമദാനിൽ ഓരോ സമയങ്ങളിലും വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഓത്തിന്റെ അപ്പുറം ഈ ഖുർആനിനോട് ചില ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ അറിയാതെ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ ഒരു വെളിച്ചമായി സ്വീകരിക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനുമാണ് ഈ വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്നാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, എന്തിനാണ് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്, എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഓരോ പ്രവാചകന്മാർക്കും വേദഗ്രന്ഥങ്ങൾ നൽകിയത്? അത് പഠിച്ച് ചിന്തിക്കുവാനും ആ വേദഗ്രന്ഥം മുഖേന നമ്മൾ പ്രവർത്തിക്കുവാനും വേണ്ടിയാണ് എന്ന്. പാരായണത്തിന് പ്രതിഫലമില്ല, അതിനർത്ഥമില്ല. പാരായണത്തിന് വലിയ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്നുള്ള മൂന്നക്ഷരങ്ങൾ ഒരു ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല. വലാകിൻ അലിഫു ഹർഫുൻ വലാമു ഹർഫുൻ വമീമു ഹർഫുൻ. അലിഫ് എന്നത് ഒരു ഹർഫാണ്, ലാം എന്നത് മറ്റൊരു ഹർഫാണ്, മീം എന്നത് മറ്റൊരു ഹർഫുമാണ്. ഓരോ ഹർഫ് നമ്മൾ പാരായണം ചെയ്താലും സാധാരണ നിലക്ക് 10 ഇരട്ടി അവന് പ്രതിഫലമുണ്ടെങ്കിൽ ഈ റമദാനിൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു ഹർഫ് അങ്ങ് പാരായണം ചെയ്താൽ അവന് എണ്ണമില്ലാത്ത പ്രതിഫലമാണ്, കണക്കില്ലാത്ത പ്രതിഫലം ഖുർആൻ പാരായണം ചെയ്താലുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, അത് മാത്രം പോരാ. ആ ഖുർആനിനോട് നമുക്ക് 4 ബാധ്യതകളുണ്ട്. ആ ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ആ ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. പലപ്പോഴും ആ രംഗത്ത് മുസ്ലിം സമുദായം പോലും വളരെ പിറകിലാണ്. മുൻകഴിഞ്ഞ വേദഗ്രന്ഥക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത് സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ട് ആ വേദഗ്രന്ഥത്തെ പഠിക്കാൻ തയ്യാറാകാതെ അത് കഴുത ഭാണ്ഡം ചുമക്കുന്നത് പോലെ ഏറ്റി നടന്ന ആ സമുദായത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഉദാഹരിക്കുകയാണ്. തൗറാത്ത് വഹിച്ചിട്ടും തൗറാത്തിന്റെ ഉള്ളിലെന്ത് എന്നവർ പഠിച്ചില്ല. അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യظنون. അവർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തെ കുറിച്ച് ചില വ്യാമോഹങ്ങളും ഊഹാപോഹങ്ങളും മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. അഥവാ മുൻകഴിഞ്ഞ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥത്തിന്റെ ഉള്ളിലെന്ത് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അവരിന്നതുണ്ടാകും, അങ്ങനെയൊക്കെയാണ്, അത് പടച്ചോന്റെ ഗ്രന്ഥാണെന്ന് വിശ്വസിക്കുക എന്നല്ലാതെ അതിന്റെ അപ്പുറം അത് പഠിക്കാൻ അവർ തയ്യാറായില്ല. അവരെയാണ് അള്ളാഹു ഉദാഹരിച്ചത്, കഴുത ഭാണ്ഡം ചുമക്കുന്നത് പോലെ തൗറാത്ത് വഹിച്ച് നടന്നു എന്ന്. അല്ലെ, കഴുതയുടെ പുറത്തൊരു ഭാണ്ഡം വെച്ച് കെട്ടിയാൽ കഴുത ചിന്തിക്കാറില്ല ഈ ഭാണ്ഡത്തിന്റെ അകത്ത് എന്താണ് എന്ന്. എവിടെ കൊണ്ടുപോയി യജമാനൻ അത് ഇടാൻ വേണ്ടി പറയുന്നു, അവിടെ പോയത് ആ ഭാണ്ഡം ഒഴിവാക്കും. ഇതുപോലെയായിരുന്നു തൗറാത്ത് നൽകപ്പെട്ട ആളുകൾ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് പ്രിയമുള്ളവരെ ആ ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉദാഹരിക്കുന്നത്? അതുപോലെ നമ്മൾ ആകാതിരിക്കാനാണ്. പക്ഷെ സുഹൃത്തുക്കളെ, നമുക്ക് എത്ര ആയത്തുകളുടെ അർത്ഥമാണ് അറിയാൻ കഴിയുന്നത്? എത്ര ആയത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്? നിർബന്ധമായും 17 തവണ നമ്മൾ പാരായണം ചെയ്യുന്ന ഫാത്തിഹയുടെ അർത്ഥം പോലും നമ്മൾ അറിയുന്നില്ല. അതിന്റെ അർത്ഥം പഠിക്കാൻ നമുക്ക് സമയമില്ല. വിശുദ്ധ ഖുർആനിന്റെ ഒരു 10 കൊല്ലം ജീവിച്ചിട്ട് ഖുർആനിന്റെ വക്താവായി ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ട് ഒരു 10 ആയത്തിന്റെ പോലും അർത്ഥമറിയാതെ അങ്ങനെ ലോകത്തോട് വിട പറയേണ്ടി വരുന്ന, കഴുത ഭാണ്ഡം ചുമക്കുന്നത് പോലെ വിശുദ്ധ ഖുർആൻ ചുമന്ന് നടന്ന ഒരു ആളായിക്കൊണ്ട് ലോകത്തോട് വിട പറയേണ്ടി വരുന്ന
ഭാഗ്യം കെട്ട മനുഷ്യരാകില്ലേ ഞാനും നിങ്ങളും? അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ റമദാൻ ആകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരാറുണ്ടായിരുന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിഫ്ളൊക്കെ പരിശോധിക്കും. അവിടുന്ന് വഫാത്താകുന്ന വർഷത്തിൽ 2 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ഈ ആയത്തും ഖുർആൻ പഠിക്കണം എന്നൊക്കെ കേൾക്കും. പക്ഷെ ഒരായത്തെങ്കിലും അല്ലെങ്കിൽ ഒരു 10 ആയത്ത്, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ ഒരു 10 ആയത്തെങ്കിലും അർത്ഥം പറഞ്ഞ് ഓതാനുള്ള ഒരു പരിശ്രമം നമ്മൾക്ക് ഉണ്ടാകാറുണ്ടോ? യഥാർത്ഥത്തിൽ ഈ റമദാനിന്റെ പ്രത്യേകത തന്നെയും എന്താണ്? വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. ആ ഖുർആനുമായുള്ള ബന്ധം അത് സുദൃഢമാക്കലാണ്. ഒരു പാരായണത്തിന്റെ അപ്പുറം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? അപ്പൊ സുഹൃത്തുക്കളെ, ഖുർആൻ പഠിക്കുന്ന ആളുകളാകണം നമ്മൾ. ഈ റമദാനിലെങ്കിലും ഒരു 30 ദിവസമെങ്കിലും ഒരായത്തെങ്കിലും പഠിച്ചൊരു 30 ആയത്തെങ്കിലും മിനിമം പഠിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഖുർആനിന്റെ ആളുകളായിട്ട്, ഖുർആനിന്റെ വക്താക്കളായിട്ട്, ഖുർആനിന്റെ ആശയങ്ങൾ അറിയാതെ പോകുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. ഇനി മൂന്നാമത്തെ ബാധ്യത എന്താണ്? ആ ഖുർആനിന്റെ ആശയങ്ങളെ നമ്മൾ പിൻപറ്റണം. വെറുതെ പഠിച്ചാൽ പോരാ, അത് ഓതിയാൽ പോരാ, അതിനെ പിൻപറ്റുന്ന ആളുകളായി മാറണം. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പടച്ചിറപ്പിന്റെ കോടതിയിൽ പറയുന്ന ഒരു സംസാരമുണ്ട്. വഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ഈ സമുദായം, ഈ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ സമുദായം, അവർ എന്റെ ഈ ഖുർആനിനെ അവർ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു. അതവർ പഠിച്ചില്ല, അതവർ ജീവിതത്തിന്റെ ഭാഗമാക്കിയില്ല, അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല. കേവലം അതിന്റെ ആളുകളായി അവർ നടക്കുകയാ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വെച്ച് പറയുന്ന, ഈ ഖുർആൻ നൽകപ്പെട്ട എന്റെ സമുദായം അതിനെ പരിഗണിച്ചില്ല, അതിനെ അഗണ്യകോടിയിലേക്ക് അവർ തള്ളിക്കളഞ്ഞു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെന്നാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഈ ഖുർആനുമായുള്ള ബന്ധം ഒന്ന് സുദൃഢമാക്കുകയും അത് പഠിക്കുകയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും അത് മാത്രം പോരാ, അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ്. ഖുർആനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ, അതോ അവരുടെ ഹൃദയങ്ങൾ ചിന്തിക്കാൻ കഴിയാത്ത വിധം അത് താഴിട്ട് കൂട്ടപ്പെട്ടിരിക്കുകയാണോ? അല്ലാഹു ചോദിക്കാണ്, ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ നിലക്ക് താഴിട്ട് കൂട്ടപ്പെട്ടിരിക്കുകയാണോ അവരുടെ ഹൃദയം? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഖുർആൻ അത് പഠിക്കുന്നവർക്ക്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും? അല്ലാഹു ചോദിക്കാൻ, ആരാണ് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്? പഠിക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും അത് എളുപ്പമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാ സുഹൃത്തുക്കളെ, ഖുർആനിന്റെ അർത്ഥം ആശയം അറിയാത്തതുകൊണ്ടാണ് നിസ്കാരത്തിലൊന്നും ഒരു ഭയഭക്തി ഇല്ലാത്തത്. നമ്മൾ രാത്രി നമസ്കാരമൊക്കെ നിർവഹിക്കുന്നുണ്ട്, എത്രത്തോളം ഹൃദയത്തിൽ തട്ടി നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട്, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ആയത്ത് ഓതിയിട്ടാണ് ഫജ്ർ വരെ രാത്രി നമസ്കരിച്ചത് എന്നാണ്. ഒരൊറ്റ ആയത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ആയത്ത് റിപ്പീറ്റ് ചെയ്ത് ഓതി അവിടുന്ന് കരയുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം, സൂറത്ത് ഇബ്രാഹിമിന്റെ 35-ാമത്തെ ആയത്ത് അതിങ്ങനെ ഓതുക, വീണ്ടും അതന്നെ ഓതുക, വീണ്ടും അതന്നെ ഓതുക, എന്നിട്ട് ഇങ്ങനെ കരയാണ്. കണ്ടോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതി ഇങ്ങനെ കരയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, സഹാബത്ത് ആയത്ത് ഓതുമ്പോ കരയാണ്, അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്
ഇമാമ നിൽക്കാൻ വേണ്ടിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ കാരണമായ രോഗബാധിതനായപ്പോ മെഹ്റാബിക്ക് വരുമ്പോ ബോധം പോകുക. അങ്ങനെ അബൂബക്കർ ഇമാമ് നിന്ന് നിസ്കരിക്കാൻ പറയൂ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബിയെ, എന്റെ ഉപ്പാക്ക് ഖുർആൻ ഓതുമ്പോൾ കരച്ചിൽ വരും, കരയുള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല. നമ്മളൊക്കെ എത്ര കാലമായി നിസ്കരിക്കുന്നു? ഏതെങ്കിലും ആയത്ത് കേട്ടിട്ട് ഒരിറ്റി കണ്ണുനീര് നമ്മുടെ കണ്ണിന്ന് പുറത്തു വന്നിട്ടുണ്ടോ? എന്തേ വരാത്തറിയോ? ഇതിന്റെ അർത്ഥം അറിയണില്ല, എന്താണ് ഇമാം ഓതുന്നത് അറിയണില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരങ്ങളൊന്നും ഒരു പരിപൂർണമായ അർത്ഥത്തിലേക്ക് എത്തുന്നില്ല, ഭയഭക്തി ലഭിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഒരു ആയത്ത് പഠിക്കാൻ എത്ര സമയമാണ്? ഒരായത്ത് പഠിക്കാൻ 10 മിനിറ്റ് മതി. ഒരായത്ത് പഠിക്കാൻ 10 മിനിറ്റ് മതി. 24 മണിക്കൂറിൽ 10 മിനിറ്റ് നമുക്ക് ഖുർആൻ പഠിക്കാൻ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയണില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ ആദർശവും ഈ ഇസ്ലാമൊക്കെ ഒന്ന് പുനരാലോചിക്കണം. നമ്മൾ എത്രത്തോളം അതിനോട് കൂറുണ്ട്, എത്രത്തോളം അതിനോട് താല്പര്യമുണ്ട്. വെറുതെ കാലേശുമാരി മുസ്ലിമായിട്ട് ഇങ്ങനെ എല്ലാ റമദാനിലും ഒരു പ്രാവശ്യം ഇങ്ങനെ വേങ്ങി മൂടി ഓതി തീർക്കാനല്ലാതെ ഒരു 10 ആയത്തിന്റെങ്കിലും അർത്ഥം ആശയം അറിഞ്ഞൊന്ന് പഠിക്കണം എന്ന് അത്ര ആളുകളാ ചിന്തിക്കാറുള്ളത്. അല്ലെ, നിസ്കാരം കഴിഞ്ഞാൽ 10 മിനിറ്റ് പള്ളിയിലിരുന്നാൽ മതി, എന്നിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ, ഖബറിലേക്ക് നമ്മുടെ ശരീരം കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ അമല് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാകുള്ളൂ. അല്ലേ, അവിടെ ചോദ്യം ചെയ്യപ്പെടും. അവിടെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിലൊരു ചോദ്യം എന്താ അറിയോ? വമാ ഇമാമുക, അതിന്റെ ഇമാം എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യൻ 3 മറുപടിയാണ് പറയേണ്ടത്. അൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എന്റെ ഇമാം. ആമൻതു ബിഹി, അത് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചവനാണ്. വസദ്ദഖതു, അത് ഞാൻ ജീവിതം കൊണ്ട് സത്യപ്പെടുത്തിയവനാണ്. കണ്ടോ, ഞാൻ ഖുർആന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ പോരാ, ഖുർആനാണ് എന്റെ ജീവിതത്തെ നയിച്ചത്, എന്റെ മുന്നിൽ നടന്നത് ഖുർആനാണ്, അതിനെയാണ് ഞാൻ പിൻപറ്റിയത്, അതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിച്ചവനാണ്, മാത്രമല്ല ജീവിതം കൊണ്ട് സത്യപ്പെടുത്തിയവനാണ്. മുഅ്മിനല്ലാത്തവൻ പറയും, ലാ അദ്രി ലാ അദ്രി, എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന്. അതേ മുഅ്മിനല്ലാത്ത മനുഷ്യൻ ഖബറിൽ വെച്ച് പറയുമ്പോൾ അവനോട് പറയും, ലാ ദറൈത വലാ തലീത്, നീ എന്തേ പഠിച്ചില്ല, എന്തേ നീ ചിന്തിച്ചില്ല? കണ്ടോ, നീ ഓതി പഠിച്ചില്ല, നീ ചിന്തിച്ചില്ല. എന്നിട്ട് ഒരു മിത്രക്കത്ത് കൊണ്ട്, ഹാമർ കൊണ്ട് ചെവിക്കുറ്റിയിലടിക്കുന്ന അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖുർആൻ പഠിതാവായി നമ്മൾ മാറണം. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്? മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരാണ്. ഒന്നുകിൽ പഠിക്കണ ആളാകണം, അല്ലെങ്കിൽ പഠിപ്പിക്കണവനാകണം. രണ്ടിലും കെട്ട മനുഷ്യന്മാരാകരുത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ റമദാൻ മുതലെങ്കിലും ഒരു ദിവസം ഒരായത്തെങ്കിലും പഠിക്കുക. ഈ റമദാനിലെങ്കിലും 30 ആയത്ത് പഠിക്കലും. ഇപ്പൊ ഏകദേശം 6-7 നോമ്പ് കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു 10 മിനിറ്റ് മതി, ഒരായത്ത് പഠിക്കാൻ 10 മിനിറ്റ് മതി. എന്താണ് സുഹൃത്തുക്കളെ, നമ്മുടെ ഖബറിൽ ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയാൻ? എന്റെ നാട്ടിൽ മൂല്യരുണ്ടായിരുന്നില്ല, എന്താണ് മറുപടി പറയാൻ? നമ്മുടെ മൊബൈൽ ഫോണിൽ കിട്ടും ഇതിന്റെ ആപ്പുകള്, അല്ലേ? അമാനി, തഫ്സീർ അമാനി അടിച്ചാല് സുഹൃത്തുക്കളെ മൊബൈൽ ഫോണിൽ കിട്ടും. നമുക്ക് എവിടെ ഇരിക്കുമ്പോഴും ഒന്ന് നോക്കാം, അതിന്റെ വാക്കർത്തുണ്ടാവും, അതിന്റെ വിശദീകരണം ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തേ വായിച്ചു വെക്കാൻ വേണ്ടിയത്? എന്താ നമുക്ക് കഴിയാത്തത്? വാട്സപ്പിൽ മണിക്കൂറുകൾ ഇരിക്കണില്ലേ, ഫേസ്ബുക്കിൽ ഇരിക്കണില്ലേ? വെറുതെ നമ്മൾ ആവശ്യമുള്ളതും അനാവശ്യമായതുമായ സംസാരങ്ങൾ ഇതിലിങ്ങനെ ഓരോ ഗ്രൂപ്പിലിടുന്നില്ലേ? എന്തൊരു 10 മിനിറ്റ് നമുക്കൊന്ന് ഖുർആനിന്റെ ആയത്തുകളൊന്ന് പഠിക്കാൻ കഴിയാത്തത്? സുഹൃത്തുക്കളെ, നമ്മുടെ പരലോകം വലിയ നഷ്ടത്തിലായിരിക്കും, ഒരു സംശയവുമില്ല. നമ്മുടെ പരലോകം, പാരത്രികമായ ലോകം, അവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല സുഹൃത്തുക്കളെ. പടച്ച റബ്ബിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഈ റമദാനിലെങ്കിലും നമ്മൾ ഓരോരുത്തരും ഈ ഖുർആനിന്റെ പഠിതാവായി നമ്മൾ മാറണം. നോക്കൂ, നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ തഖറത്ത് ഖുലൂബുകും ലമാ ശബിഅതും മിൻ കലാമി റബ്ബികും. നമുക്ക് എന്താ ഈ ഖുർആൻ കേൾക്കാനും ഖുർആൻ പഠിക്കാനൊന്നും കഴിയാത്തറിയോ?
ഉസ്മാൻ റളിയല്ലാഹു പറയാണ്, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധമായിരുന്നുവെങ്കിൽ, ലൗ തഹുറത്ത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ അത് ശുദ്ധമായിരുന്നുവെങ്കിൽ, ലമാ സമിഅതും മിൻ കലാമി റബ്ബിക്കും, റബ്ബിന്റെ കലാമ് ഒരിക്കലും നിങ്ങൾക്ക് മതി വരില്ല. ഹൃദയം ശുദ്ധിയല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഖുർആൻ പഠിക്കാനും അത് കേൾക്കാനൊന്നും കഴിയാത്തത്. ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എത്ര കേട്ടാലും, റബ്ബിന്റെ കലാമ് എത്ര നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് മതി വരൂല എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നമുക്ക് കുറച്ചു നേരം ഇരിക്കുമ്പോഴേ ഒരു 2 പേജൊക്കെ ഓതുമ്പോഴേക്ക് നമുക്ക് ഇങ്ങനെ വായി ഇങ്ങനെ തുറക്കും. നമ്മള് എന്നിട്ടിങ്ങനെ ഉറക്കം വരും. 2 മണിക്കൂർ മൊബൈൽ ഫോൺ ഇരുന്നാലോ ഒരു മടുപ്പും ഉണ്ടാവില്ല, അല്ലേ? മറ്റെന്തെങ്കിലും ഒരു മടുപ്പില്ല. എന്തേ ഖുർആൻ എടുക്കുമ്പോ ഈ മടുപ്പ്? ഹൃദയം ശുദ്ധമല്ല. ഹൃദയം ശുദ്ധമല്ലാത്തത് കൊണ്ടാണ്. ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഖുർആൻ മടുക്കുമായിരുന്നില്ല എന്നാണ് പ്രിയമുള്ളവരെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. അവരൊക്കെ ഊഴമിട്ടിട്ടാ പഠിക്കാൻ പോയിരുന്നത് ഖുർആന്. അവരൊക്കെ ഖുർആൻ ഊഴമിട്ടിട്ടാണ് പഠിച്ചിരുന്നത് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ക്ലാസ് അടുക്കൽ പോകും, ഖുർആൻ പഠിക്കും. എന്നിട്ട് മൂപ്പര് വീട്ടിൽ പോയി അടുത്ത ദിവസം മൂപ്പര് ജോലിക്കോ അയൽവാസിയെ പഠിക്കാൻ. എന്നിട്ട് അയൽവാസി പഠിക്കാൻ പോകും. എന്നിട്ട് ഇവർ അധ്വാനിക്കുന്ന സമ്പത്തോട് 2 കുടുംബം കഴിയും. ഇവർ പരസ്പരം പിന്നീട് പഠിച്ചത് അങ്ങോട്ടോട്ട് ഷെയർ ചെയ്യും. നമുക്ക് അങ്ങനത്തെ ഗതിയുടെ അവസ്ഥയൊന്നുമില്ല, അല്ലേ? എന്തെല്ലാം പഠിക്കാൻ സൗകര്യങ്ങളാണ്, പക്ഷെ എന്തായാലും പഠിക്കൂല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം, തീർച്ചയായും നിങ്ങൾ പറയുന്നു, ഞാൻ ഖുർആൻ മുഴുവനായി ഓതിയിട്ടുണ്ട്. കണ്ടോ, ആൾക്കാർ ഇങ്ങനെ പറയും, നമ്മളൊക്കെ പറയില്ലേ ഞാനേ ഖുർആൻ ഫുള്ള് ഓതിട്ടോ. എന്നാൽ അവന്റെ സ്വഭാവത്തിലോ അവന്റെ പ്രവർത്തനത്തിലോ ഖുർആൻ കാണുന്നില്ല. കണ്ടോ, ഖുർആൻ മുഴുവനായി ഓതി നിങ്ങൾ പറയുന്നത്, പക്ഷേ നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ പ്രവർത്തനത്തിലും ആ ഖുർആൻ കാണുന്നില്ല. ഇതന്നല്ലേ അവസ്ഥ? ഖുർആൻ നമ്മൾ ഓതി തീർക്കണമൊക്കെ ഉണ്ട്, പക്ഷേ പ്രവർത്തനത്തിലുണ്ടോ സ്വഭാവത്തിലുണ്ടോ ഒരു മാറ്റമില്ല. ഈ ഖുർആന്റെ ആശയം നമ്മൾ പഠിക്കണില്ല, അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കണില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഖുർആന്റെ പഠിതാവാകാം. ഖുർആന്റെ ആളായാൽ പോരാ, ഖുർആന്റെ പഠിതാവാകാം. ഖുർആൻ പഠിക്കുന്ന ആളാകണം. ഓരോ ദിവസം ഒരായത്തെങ്കിലും മിനിമം. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഇന്ന് നമ്മൾ നിൽക്കുന്ന വയസ്സെത്രയാണ്? ഒരു ദിവസം ഒരായത്ത് പഠിച്ചിരുന്നെങ്കിൽ ഖുർആൻ നമുക്ക് മനപ്പാടായിട്ടുണ്ടാവും, അല്ലേ? ഖുർആൻ നമുക്ക് മനപ്പാടായിട്ടുണ്ടാവും. ഒരു ദിവസം ഒരായത്ത് പഠിച്ചാൽ ഒരു 10 മിനിറ്റ് ഒരു ദിവസം നമ്മൾ ഈ ഖുർആനിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മളൊക്കെ ഹാഫിദുമാരാകുമായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും ഒരു ദിവസം ഒരായത്തെങ്കിലും നമ്മൾ പഠിക്കുന്ന ഒരു രീതിയിലേക്ക് വേണം. ഈ റമദാനിന്റെ പുണ്യം ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. ഈ റമദാൻ നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ വലിയ പുണ്യമുണ്ട്, വലിയ മഹത്വമുണ്ട്, അതിന് എത്രയോ വലിയ പ്രതിഫലമുണ്ട്. അപ്പൊ പാരായണം ചെയ്യണം, സംശയമില്ല. സഹാബത്തൊക്കെ 6 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ടൊക്കെ ഖുർആൻ ഒരു പ്രാവശ്യം ഓതി തീർത്തിരുന്നു. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ റമദാൻ കഴിയുമ്പത്തിന് ഓതി തീർക്കാനുള്ള ശ്രമം ഉണ്ടാക്കണം. ഇപ്പൊ ഒരു 5-8 ദിവസമൊക്കെ ഭയങ്കര ആവേശം ഉണ്ടാവും. ഇനി അങ്ങോട്ടാണ് ആവേശം കുറയാ, ഇനി അങ്ങോട്ട് ആവേശം വല്ലാതെ ഉണ്ടാവൂല, അല്ലേ? അതുകൊണ്ട് ഒരിക്കലും റമദാൻ അവസാനിക്കുന്നത് വരെ ആവേശം ചോർന്നു പോകാതെ പള്ളിയുമായി, ഖുർആനുമായി, അതുപോലെ തന്നെ ദീനുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഖുർആൻ ഇറക്കപ്പെട്ട മാസത്തിൽ ഖുർആനിനോടുള്ള 4 ബാധ്യതകൾ പൂർത്തീകരിക്കപ്പെട്ടവരായി നമുക്ക് മാറാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والعاقبة للمتقين فلا عدوان إلا على الظالمين. الصلاة والسلام على أشرف المرسلين نبينا محمد الأمين وعلى آله وصحبه أجمعين. ما بعد.
സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ നമ്മൾ പഠിക്കാതെ പോയാൽ നാളെ പരലോകത്തുള്ള അവന്റെ അവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. എൻ്റെ ഈ ഖുർആൻ എന്ന് പറയുന്ന ഈ ഉത്ബോധനത്തെ തൊട്ട് ആരാണോ പിന്തിരിഞ്ഞു കളയുന്നത് അവന് ഏറ്റവും കുടുസായ ജീവിതമായിരിക്കും ഉണ്ടാകുക, ഏറ്റവും പ്രയാസകരമായ ജീവിതമായിരിക്കും ഉണ്ടാകുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അവൻ ഖിയാമത്ത് നാളിൽ കണ്ണ് കാണാത്തവനായ നിലക്കാണ് പുനർജീവിപ്പിക്കപ്പെടുക. മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക കണ്ണ് കാണാത്ത ആളായിട്ടാണ്. അപ്പോൾ ആ മനുഷ്യൻ പറയും, റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ. അല്ലാഹുവേ, എന്തുകൊണ്ടാണ് എന്നെ കണ്ണു കാണാത്തവനായി പുനർജീവിപ്പിച്ചത്? എനിക്ക് കണ്ണു കാണാമായിരുന്നല്ലോ റബ്ബേ. കണ്ടോ, കണ്ണ് കാണാതെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ആ മനുഷ്യൻ ചോദിക്കും, പടച്ചോനെ, എന്താണ് എന്നെ കണ്ണ് കാണാത്തവനായി ഈ മഹ്ശറയിലേക്ക് കൊണ്ടുവന്നത്? എനിക്ക് ദുനിയാവിൽ കണ്ണ് കാണാമായിരുന്നല്ലോ. അല്ലാഹു പറയുന്ന മറുപടി ഉണ്ട്, ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. അതെ, നിനക്ക് കണ്ണൊക്കെ കാണായിരുന്നു, പക്ഷേ നമ്മുടെ ആയത്തുകൾ നിനക്ക് വന്നു കിട്ടി, അതിനെ നീ മറന്നു കളഞ്ഞു. അത് പഠിക്കാൻ നീ തയ്യാറായില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നീ തയ്യാറായില്ല, അത് ജീവിതത്തിൽ പകർത്താൻ നീ തയ്യാറായില്ല. എങ്ങനെ എൻ്റെ ആയത്തുകളെ നീ ദുനിയാവിൽ മറന്നു കളഞ്ഞോ, അതുപോലെ ഇന്ന് നിന്നെയും ഞാൻ മറന്നു കളയുകയാണ്. അവനോട് പറയപ്പെടുന്ന കേട്ടോ, ഈ ദുനിയാവില് എൻ്റെ ഈ ഖുർആനെ, എൻ്റെ ഈ ഉത്ബോധനത്തെ എങ്ങനെയാണോ നീ മറന്നത്, അതിന് നീ മുഖവിലക്കെടുക്കാതെ നീ മാറിക്കളഞ്ഞത്, പിന്തിരിഞ്ഞു പോയത്, അതുപോലെ ഇന്ന് നിന്നെയും ഞാൻ മറന്നു കളയുകയാണ് എന്ന് അത്തരക്കാരായ ആളുകളോട് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് പറയും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത്തരം ദൗർഭാഗ്യവാന്മാരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഇതൊക്കെ മുൻകൂട്ടി പഠിച്ചു നമുക്ക് പറഞ്ഞുതരാണ്. ഇതൊക്കെ പച്ചയായി നമ്മൾ അനുഭവിക്കേണ്ടി വരും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യത. ഖുർആൻ പഠിക്കുക. സഹാബത്തുക്ക് ഒരു 10 ആയത്ത് ഇറങ്ങിയാൽ അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അടുത്തേക്ക് ഒരു പോകുള്ളൂ. എന്നുവെച്ചാൽ അത്രയും ജീവിതത്തിലൊരു പകർത്തുവതേ. ആയത്തൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടാവും. നമുക്കോ എന്ത് മാറ്റമുള്ളത്? ഒരു 10 കൊല്ലം വേണം നമ്മൾ തന്നെ എന്നുള്ളത്. ഒരു മാറ്റവും ഇല്ല. സ്വഭാവത്തിൽ മാറ്റമില്ല, നമ്മുടെ പ്രവർത്തനത്തിൽ മാറ്റമില്ല. എല്ലാ തമ്മാടിത്തരും നമ്മളിങ്ങനെ നിലനിർത്തി കൊണ്ടുപോവുകയാണ്. പിന്നെ എന്താണ് സുഹൃത്തുക്കളെ ഈ ഖുർആൻ അതിന്റെ ആളായി നടന്നു എന്നത് എന്ത് കാര്യം നമുക്ക്? അതുകൊണ്ട് ഖുർആൻ ഓതണം, ഖുർആൻ പാരായണം ചെയ്യണം. അതിൻ്റെ അപ്പുറം അത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാനും നമുക്ക് കഴിയണം. കാരണം യഥാർത്ഥ മുഅ്മിനിനെ അള്ളാഹ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂൻ, ഇന്നമൽ മുഅ്മിനൂൻ, യഥാർത്ഥ മുഅ്മിൻ ഇവർ മാത്രമാണ്. അതതിന്റെ അർത്ഥം. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും ഇനി പറയാൻ പോകുന്നവർ ഇവർ മാത്രമാണ് മുഅ്മിനുകൾ. ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അവർ പറയപ്പെട്ടാൽ, പടച്ചറബിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ, വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറകൊള്ളുകയാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാലോ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാലോ, സാദത്തുഹും ഈമാനാ, അവരുടെ ഈമാൻ അതാ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരുമാണ്. 3 ക്വാളിറ്റിയാ പറഞ്ഞത്. അള്ളാഹിനെ കുറിച്ച് പറയപ്പെട്ടാൽ എനിക്ക് വല്ലാത്ത പേടിയാണ്.
രണ്ടാമത്തെ ക്വാളിറ്റി, ആയത്തുകൾ കേൾക്കുമ്പോൾ ഒരു ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുന്ന, ആയത്തൊക്കെ കേൾക്കുമ്പോഴേ ഈമാൻ അവർക്ക് ഇങ്ങനെ വർദ്ധിക്കുന്ന. നമ്മൾ രാത്രി സ്കരിക്കണമൊക്കെ ഉണ്ടല്ലോ, ഇമാം ഇങ്ങനെ ഓതും, നമുക്ക് എന്താ വർദ്ധിക്കല്? ഉറക്കം. അല്ലേ? മുഅ്മിനാണോ ഈമാനാണ് വർദ്ധിക്കാന്? ഈമാനാണ് മുഅ്മിന് വർദ്ധിക്കുക. അല്ലാത്തവനെന്താ വർദ്ധിക്കുന്നത്? ഒന്നുമില്ല. അവരാണ് മുഅ്മിൻ. അതാ ഖുർആന്റെ പ്രയോഗം, അവർ മാത്രമാണ് മുഅ്മിൻ. അതാണ് ഖുർആനിന്റെ പ്രയോഗം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഖുർആനിന്റെ വക്താക്കളാണ് എന്ന് പറയുമ്പോൾ അതിന് 100% അർഹത എനിക്കും നിങ്ങൾക്കുണ്ടാകണം. അത് അവകാശപ്പെടാൻ 100% അർഹത എനിക്കും നിങ്ങൾക്കുണ്ടാകണം. നമ്മുടെ ഷോക്കേസിൽ ഇങ്ങനെ വരിക്ക് ഖുർആൻ തഫ്സീറും എടുത്തുകൊണ്ട് കാര്യമില്ല. അത് ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുന്നവരാകണം നമ്മൾ, ഖുർആൻ പഠിക്കുന്നവരാകണം നമ്മൾ. അതാണ് ഈ റമദാനിനോടുള്ള ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം. രാവിലെ മുതൽ വൈകുന്നേരം ഒരു പട്ടിണി കിടക്കൽ മാത്രമല്ല നോമ്പ് എന്ന് പറഞ്ഞാല്, എല്ലാ നിലക്കും പടച്ച റബ്ബിലേക്ക് കീഴൊതുങ്ങുന്ന ഒരു മനസ്സിന്റെ ഉടമയായി ഈ റമദാനിൽ മാറാൻ നമുക്ക് കഴിയണം. അപ്പോഴേ ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെടുന്ന തലത്തിലേക്ക് പ്രിയമുള്ളവരെ എത്തിപ്പെടുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിരറ്റ് സഹായങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് ഔദാര്യം ചെയ്യുന്ന കാര്യത്തിൽ വീശിയടിക്കുന്ന കാറ്റ് പോലെ ഇരുന്നു. ആളുകൾക്ക് ഇങ്ങനെ സാമ്പത്തികമായി മറ്റും സഹായം ചെയ്യാനേ വീശിയടിക്കുന്ന കാറ്റ് പോലെ ഇരുന്നു. ആര്? നമ്മുടെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? രാവിലെ എണീക്കുമ്പോൾ ചോദിക്കുക, ആയിഷ എന്താ കഴിക്കാനുള്ളത്? ആയിഷ അല്ലാഹു പറയും, ഒന്നുമില്ല നബിയെ, ഇന്നെനിക്ക് സുന്നത്ത് നോമ്പാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ, വിശപ്പ് കാരണം ഉറക്കം വരാതെ രാത്രിയിൽ ഇറങ്ങി നടന്ന പ്രവാചകൻ, അല്ലേ? ഖന്തക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ തന്റെ കൂടെയുള്ള സഹാബിമാർ, നബിയെ വിശപ്പ് കാരണം ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല, ഞങ്ങൾ പാറക്കല്ല് വെച്ച് കെട്ടിയിട്ടാ ജോലി ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കമീസ് പൊക്കിക്കൊടുത്തു. 2 പാറക്കല്ലായിരുന്നു. ലോകം കണ്ട മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വയറിൽ വെച്ച് കെട്ടിയിരുന്നത്. ആ പ്രവാചകൻ സുഹൃത്തുക്കളെ ആളുകൾക്ക് ഔദാര്യം ചെയ്യുന്ന കാര്യത്തിൽ വീശിയടിക്കുന്ന കാറ്റ് പോലെ ഇരുന്നു. കണ്ടോ? സമ്പത്തും തന്റെ ശരീരവും തന്റെ സമയം എല്ലാം ദീന് നൽകിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമ്മളൊക്കെ എന്താ കൊടുത്തത് എന്ന് നമ്മൾ ആലോചിക്കണം സുഹൃത്തുക്കളെ. നമ്മൾ കൊടുത്തതേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഉണ്ടാക്കി വെച്ചതൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല. 1 രൂപയുടെ നാണയത്തൊട്ടുമായി ഒരു മനുഷ്യനും കവറിലേക്ക് പോയിട്ടില്ല. വിലപിടിപ്പുള്ള വസ്ത്രം പോലും നമ്മുടെ കുടുംബക്കാർ അഴിച്ചു മാറ്റി. ഇനി ഒന്നും വിലപിടിപ്പുള്ളത് എന്റെ പിതാവിന്റെ, എന്റെ സഹോദരന്റെ, എന്റെ സഹോദരിയുടെ ശരീരത്തിലില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് നിസാരമായ 3 തുണിയിൽ പൊതിഞ്ഞ് കുറച്ച് അത്തറും പൂശിയിട്ടാണ് ആരുടെ മണ്ണിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോയി വെക്കുക. അല്ലേ? ഒരു പണക്കാരനെയും പട്ടിൽ പൊതിഞ്ഞ് ആരുടെ മണ്ണിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഏറ്റവും നിസാരമായ തുണിയിലാണ് നമ്മുടെ ശരീരം പൊതിയ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാളത്തെ ഒരു പ്രഭാതത്തിൽ കുറച്ചൊക്കെ കൊടുക്കാം, സമ്പത്തൊക്കെ ഉണ്ടായിട്ട് കുറച്ച് കൊടുക്കാം എന്ന ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സമ്പത്ത് ഉണ്ടാകുന്ന കാലം ഉണ്ടാവൂല, അതുപോലെ തന്നെ കൊടുക്കാൻ കഴിയുന്ന ഒരു മനസ്സും ഉണ്ടാവൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിച്ചിരിക്കുമ്പോ നമ്മൾ കൊടുക്കണം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, പടച്ചോന്റെ ദീനിന് വേണ്ടി നമ്മൾ കൊടുക്കാൻ കഴിയണം. അതുകൊണ്ടാണ് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ. വിശ്വാസികളെ വിളിച്ചിട്ടാ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയെ തൊട്ട് നിങ്ങളെ തടയാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചാൽ, മക്കളെ അതുപോലെ സമ്പത്ത്, അതിനു വേണ്ടി മാത്രം ജീവിച്ച് അള്ളാഹുവിന്റെ ദീനിനൊന്നും കൊടുക്കാതെ, അള്ളാഹുവിന്റെ ദീനിന് സമയം കണ്ടെത്താതെ അങ്ങനെ ജീവിച്ച മനുഷ്യർ അവർ നഷ്ടക്കാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഖുർആനുമായി ബന്ധമുള്ള, ഖുർആൻ പഠിക്കുന്ന അള്ളാഹുവിന്റെ അഹ്ലുകാരായ ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന
ഏറ്റവും നല്ല നോമ്പുകാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ഇടപാടുകളിലും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.